സ്വാഗതം ശർമാജി. നമസ്കാരം. നമുക്കിന്ന് കത്ത് വന്നിരിക്കുന്നത് കായംകുളത്ത് നിന്നാണ്. ശ്രീദേവിയാണ് കത്ത് അയച്ചിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്നത് മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കത്ത് അയക്കുന്നത്. മകളിപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്യുന്നു. പഠനത്തിൽ നല്ല മിടുക്കിയാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നല്ല കോൺസെൻട്രേഷൻ ഒന്നും കിട്ടുന്നില്ല. എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പരീക്ഷ എഴുതാൻ പോലും പറ്റാത്തൊരവസ്ഥയാണിപ്പോൾ. എന്താണ് മകൾക്ക് പറ്റിയത്? സമയദോഷമാണോ? എന്താകും ഭാവി എന്നാണ് ശ്രീദേവിയമ്മ ചോദിച്ചിരിക്കുന്നത്. ഒരു വലിയ വടവൃക്ഷമാണെങ്കിലും വലിയ മരങ്ങളാണെങ്കിലും വൻ പ്രസ്ഥാനങ്ങളാണെങ്കിലും അതിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ ബാല്യ ദശാകാല ദോഷം ഉണ്ടാവും. എത്ര വലിയൊരു മനുഷ്യനാണല്ലോ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും രാജാവാണെങ്കിലും ഭിക്ഷക്കാരനാണെങ്കിലും അതൊക്കെ ഉയർന്നു വരുന്നതിന് മുമ്പ് ബാല്യം എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. കുഞ്ഞുകുട്ടിയായിട്ട് കയ്യും കാലും ഇട്ടിളക്കി നടക്കുന്ന കാലം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടി കമളും, അത് കഴിഞ്ഞാൽ എഴയും, അത് കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കും, പിച്ചോടും, വീഴും, പിന്നെയും വീഴും. പിടിക്കാൻ പുറമെ അമ്മമാരോ അമ്മമ്മമാരോ അച്ഛന്മാരോ ഒക്കെ ഉണ്ടാവണം, അല്ലേ ശമ്പളക്കാരുണ്ടാവണം. അത് കഴിഞ്ഞ് വലുതായി കഴിഞ്ഞെന്നാൽ 10 പേരെ ചുമക്കാനുള്ള ആരോഗ്യം ഈ കുട്ടിക്കുണ്ടാവും. അവൻ വീട് ഭരിക്കും, നാട് ഭരിക്കും, ലോകം ഭരിക്കും. വലിയ കൊലകൊമ്പനായ ആന വരെ സ്വൽപ്പടിക്ക് നിർത്തും, ഇല്ലേ? അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഈ കുട്ടിയുടെ കാര്യവും. ഇപ്പോൾ ഒരു ശകലം ബാല്യ ദോഷം മാത്രമേ ഉള്ളൂ. ഇതിന് ചന്ദ്രൻ, ശനി, ചൊവ്വ, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ 7ാം ഭാവത്തിൽ വ്യാഴഗ്രഹത്തിൻ്റെ ദൃഷ്ടിയോട് കൂടി ഇതിനെ നിൽക്കുന്നതിനാൽ ഇന്ദ്രയോഗം എന്ന് പറയുന്ന യോഗമാണ്. പുരാണത്തിലൊക്കെ കേട്ടിട്ടുണ്ട് ദേവേന്ദ്രൻ എന്നൊക്കെ. അത്രയ്ക്ക് സൗഖ്യമായി ജീവിക്കാനുള്ള യോഗങ്ങൾ ഉണ്ടെന്നാണ്. അന്ന് ജനങ്ങൾ വളരെ കുറഞ്ഞൊരു കാലഘട്ടമാണ്. ഇന്നത്തെ പോലെ കോടിക്കണക്കിന് ജനങ്ങളൊന്നുമില്ല. 1000-ങ്ങളോ 10,000-ങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അത്ഭുതം. ഒരു കര മുഴുവൻ ഒരാൾക്ക്, 2ഉം 3ഉം കരകൾ, 3ഉം 4ഉം 5ഉം ദ്വീപുകൾ ഒരാൾക്ക്, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ദശരഥൻ 8 ദിക്കും 10 ദിക്കും കേൾക്കത്തക്ക പേരും പ്രസിദ്ധിയോടുകൂടിയും വസ്തുക്കളും ജംഗമങ്ങളും കൈവശമുണ്ടായിരുന്ന ഭരിച്ചിരുന്നവർ ഒക്കെ ഉണ്ട്. അംഗസംഖ്യകൾ വളരെ കുറവായിരുന്നു. ഇതുപോലുള്ള വീടുകളും ഒന്നുമില്ല. അന്നത്തെ ആ യോഗത്തിന് പരിപൂർണമായ കൃത, ത്രേത, ദ്വാപര, കലി, കൃതായുഗം, ദ്വാപരയുഗം, ത്രേതായുഗം മുതലായ യുഗങ്ങളിൽ അതിനൊക്കെ കൂടുതൽ എഫക്റ്റ് ഉണ്ടായിരുന്നു. ഇത് കലികാലം. കലികാലത്തിങ്കൽ അല്പായുസ്സുക്കളായി അല്പഭാഗ്യവാന്മാരായി അല്പജ്ഞാനികളായി തീർന്നതും, ക്ഷേത്രമായതും ഞാനേ, ക്ഷത്രിയനായതും ഞാനേ, ഛത്രമായതും ഞാനേ, എൻ്റെ വിരൽത്തുമ്പിലാണ് ഈ ലോകം. സത്യമല്ലേ? ഒരു സ്വിച്ചിട്ടാൽ എല്ലാം കാണാവുന്ന രീതിയിലല്ലേ? ആയുസ്സും ആരോഗ്യവും സമ്പത്തും എല്ലാം കുറയും, വീര്യം കൂടും, ബുദ്ധിശക്തി, വികൃത ബുദ്ധികളൊക്കെ കൂടും, സൂത്രബുദ്ധികളൊക്കെ കൂടും. ഞാൻ ആക്ഷേപിക്കല്ല, കലികാലത്തിലുള്ള ഇതാണ്. പക്ഷേ അതുപോലെയാണ് യോഗനിലകളും എന്ന് പറയാനാണ് ഇത് പറഞ്ഞത്. ഇന്ദ്രയോഗം, അതായത് ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, പ്രതാപം, രാജകീയ പ്രൗഢി, വിവിധ ബാങ്കുകളിൽ നിക്ഷേപങ്ങൾ, ഒന്നിലധികം ഭവനങ്ങൾ, പ്രസ്ഥാനങ്ങൾ, തൻ്റെ ആശ്രിതരെയും കുലത്തെയും പരിപാലിക്കാനുള്ള ഭാഗ്യങ്ങൾ, അനവധി ആളുകൾക്ക് അന്നദാനത്തിന് വേണ്ട വഴികൾ നിർമ്മിക്കാനുള്ള കച്ചവടങ്ങളോ മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളോ പ്രസ്ഥാനങ്ങളോ ഒക്കെ ഇട്ട് മുന്നോട്ട് പോകുവാനും, ആനന്ദമേനിയായിട്ടും, അതായത് അല്പം സൗന്ദര്യം ഒക്കെ നല്ല സൗന്ദര്യത്തോടു കൂടി ജീവിക്കുവാനും ഒക്കെ ഉള്ള ഭാഗ്യത്തെയാണ് ഈ ഇന്ദ്രയോഗം എന്ന് പറയുന്നത്. ഇതാകും ഒരു 10-26 വയസ്സ് മുതൽ ഈ ഭാഗ്യമുണ്ട്. മറ്റ് പ്രതിവിധികളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. വലിയൊരു കുഞ്ഞുലക്ഷ്മിയായിട്ട് അല്ലെങ്കിൽ കൊച്ചമ്മയായിട്ട് ഭാവിയിൽ വരും. അതിനുള്ള ബിസിനസ് കാര്യങ്ങളൊക്കെ വരും. നല്ല കുടുംബത്തിലെത്തിച്ചേരും, ഭാഗ്യവതിയായി തീരും. നന്ദി, നമസ്കാരം.